ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 12.1 മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ തുടക്കം മുതൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ തുടക്കം, ലിമിറ്റ്സ് എന്ന പോർഷൻസിന്റെ എങ്ങനെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടെത്താമെന്നുള്ള ടെക്നിക്കുകൾ കുറെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യമായി പഠിച്ചത് പോളിനോമിയൽ ഫംഗ്ഷന്റെ എങ്ങനെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ ഒരു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്ന രൂപത്തിലാണ് ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടെത്താം എന്ന് പഠിച്ചു. അതിനുശേഷം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, എക്സ് പ്ലസ് 3. സി, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി നമുക്ക് എന്ത് പറയാൻ കഴിയും, ഈ 3 അങ്ങോട്ട് ആ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ, ദാറ്റ് ഈസ് ആൻസർ ഈക്വൽ ടു 3 + 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ, എക്സ് മൈനസ് 22/7, എക്സ് മൈനസ് 22/7. സോ നമുക്കിതും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലിമിറ്റ് ഇട്ട് കൊടുക്കാം, പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. പൈ മൈനസ് 22/7 എന്ന് വരും. അതായത് എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം, എക്സ് ടെൻസ് ടു പൈ ആണ്. അപ്പോൾ ഈ പോളിനോമിയലിനകത്ത് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 22/7. നമുക്കറിയാം പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7 ആണ്. അപ്പോൾ 22/7 മൈനസ് 22/7 എന്ത് വരും, 0 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് r ടെൻസ് ടു 1 പൈ r സ്ക്വയർ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. ലിമിറ്റ് r ടെൻസ് ടു 1 പൈ r സ്ക്വയർ, ലിമിറ്റ് r ടെൻസ് ടു 1 പൈ r സ്ക്വയർ. സോ ഐ ക്യാൻ റൈറ്റ്, ഇതും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പൈ ഇൻറ്റു r ടെൻസ് ടു 1 ആണ്. അപ്പോൾ r എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. 1 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, പൈ എന്ന് കിട്ടും. 1 സ്ക്വയർ 1 ആണല്ലോ, അപ്പോൾ പൈ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 ആണ്. ഫംഗ്ഷൻ 4x + 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ് ടെൻസ് ടു 4 ആണല്ലോ, അപ്പോൾ ആ എക്സിന്റെ വാല്യൂ 4 ആക്കി ഒന്ന് കൊടുത്തു നോക്കാം. എന്ത് കിട്ടും, 4 ഇൻറ്റു എക്സ് 4 ആക്കി കൊടുത്തു നോക്കി. 4 + 3 ഡിവൈഡഡ് ബൈ x 4 minus 2 which is equal to 4 into 4 16 plus 3 divided by 2, ആൻസർ 19/2 എന്ന് വരും. വലിയ പ്രശ്നമൊന്നുമില്ല, 19/2 അത് നമുക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. 19/2 പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണ് പ്രശ്നം വരിക, 0/0 ആകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. 0/0 അല്ല, 19/2 ആണ്, പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റൈസ് ടു 10 പ്ലസ് എക്സ് റൈസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്നാണ്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. -1 ഇട്ട് കൊടുക്കാം. എക്സ് റൈസ് ടു 10 ദാറ്റ് ഈസ് -1 റൈസ് ടു 10 പ്ലസ് -1 റൈസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് -1 then -1 which is equal to -1 raised to 10 -1 raised to 10 -1 raised to ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 1 തന്നെ ആയിരിക്കും. -1 raised to ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 1, -1 raised to ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ -1. ഫസ്റ്റ് ടൈമിൽ -1 raised to 10 ഒരു ഈവൻ നമ്പർ ആണ്, സോ ആൻസർ 1 പ്ലസ് -1 raised to 5 -1 raised to 5 ഒരു ഈ ഓഡ് നമ്പർ ആണ്. -1ന്റെ പവർ ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ ആൻസർ -1 ലാസ്റ്റ് പ്ലസ് 1 ഡിനോമിനേറ്ററിൽ -1 -2. സോ this one will cancel, answer -1/2. ഓക്കെ, ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
എക്സ് പ്ലസ് വൺ ദ ഹോൾ റൈസ് ടു 5 മൈനസ് 1 എക്സ് എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എക്സ് ടെൻസ് 0 ആണല്ലോ, എക്സ് 0 എന്ന് കൊടുത്തു നോക്കാം. കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, 0 പ്ലസ് 1 റൈസ് ടു 5 1/1 ആൻസർ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം എന്ത് വരും നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 5 മൈനസ് 1/0. മുകളിൽ 0 പ്ലസ് 1 റൈസ് ടു 5 1 മൈനസ് 1/0. ആൻസർ 0/0 എന്ന് വരും. നമുക്കിത് ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്, നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിത് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചെറിയ പരിപാടി ചെയ്യാം. അതായത് എക്സ് പ്ലസ് വണ്ണിനെ നമുക്ക് എന്ത് വിളിക്കാം, ടി എന്ന് വിളിക്കാം. എക്സ് പ്ലസ് വണ്ണിനെ ടി എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചാലുള്ള ഗുണം, എക്സ് പ്ലസ് 1 ടി ആണെങ്കിൽ നമുക്കറിയാം എക്സ് ടെൻസ് ടു 0 ആണ്. എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 എങ്ങോട്ടായിരിക്കും പോകുന്നത്? അപ്പോൾ എക്സ് പ്ലസ് 1 എങ്ങോട്ടായിരിക്കും പോകുന്നത്? 1ലേക്ക്. എക്സ് 0ലേക്ക് പോയാൽ എക്സ് പ്ലസ് 1 എങ്ങോട്ട് പോകും? 1ലേക്ക് പോകും. ശരിയല്ലേ? എക്സ് 0 പോയാൽ എക്സ് 0 ആയാൽ എക്സ് പ്ലസ് 1 എന്താവും? 1 ആകും. അതായത് എക്സ് പ്ലസ് 1 ആയാൽ ടി എന്താകും? 1 ആകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലിമിറ്റിനെ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സിന്റെ ടൈമിൽ നിന്ന് ഞാൻ ടിയുടെ ടൈമിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ടെൻസ് 0 ആകുമ്പോൾ ടി എങ്ങോട്ടാ പോകുന്നത്? 1ലേക്ക്. ഓക്കെ, എക്സ് പ്ലസ് 1 എന്താണ്? ടി റേസ് ടു എക്സ് പ്ലസ് 1 റേസ് ടു 5. അപ്പൊ ടി റേസ് ടു 5. ക്ലിയർ? മൈനസ് 1 അതുപോലെ ഡിവൈഡഡ് ബൈ എക്സ്. എക്സിനെ എഴുതാൻ പാടില്ല, നമുക്കിനി ടി എല്ലാം ടിയോട്ട് മാറ്റി. ഇനി നമുക്ക് എക്സ് എഴുതാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 1 ടി ആണ്. അപ്പോൾ ടി എക്സ് എന്തായിരിക്കും? ടി മൈനസ് 1 ആയിരിക്കും. എക്സ് പ്ലസ് 1 ടി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഈ 1നെ പുറത്തോട്ട് കൊടുത്താൽ മതി. ടി മൈനസ് 1. ടി മൈനസ് 1. ഓക്കെ, ഇതിനെ ഞാൻ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് ടി ടെൻസ് ടു 1 ടി റേസ് ടു 5 മൈനസ് 1 റേസ് ടു 5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ഓർമ്മയുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഫോർമുല ഇതങ്ങോട്ട് ഉപയോഗിച്ചാൽ പോരെ. എ റേസ് ടു എൻ, അപ്പം അതങ്ങനെ ഉപയോഗിക്കും. അതിന് ആൻസർ തരുന്നത് എൻ എ റേസ് ടു എൻ മൈനസ് 1. അതിവിടെ അങ്ങ് ഉപയോഗിക്കുക. ഇവിടെ എക്ക് പകരം എന്താ, എക്സിന് പകരം ടി ആണെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വേരിയബിൾ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. വേരിയബിൾ നമ്മൾ എക്സിന് പകരം ടി ഉപയോഗിച്ചു. ഇവിടെ എൻ എക്സ് റേസ് ടു എൻ ടി റേസ് ടു 5, എന്നിന് പകരം ആരാണ്? 5 ഇൻറ്റു എ ആരാണ്? 1 റേസ് ടു 5 മൈനസ് 1. 1 റേസ് ടു 5 മൈനസ് 1 എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ആൻസർ 5. ആൻസർ 5. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 5 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² മൈനസ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ x² മൈനസ് 4 എന്നാണ്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് ടെൻസ് 2 ആണല്ലോ, അപ്പോൾ എക്സിന് 2 എന്നൊന്ന് കൊടുത്തു നോക്കാം. കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 2², ഓക്കെ, മൈനസ് എക്സിന് പകരം 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2² മൈനസ് 4. ആൻസർ 3 ഇൻറ്റു 2² 3 ഇൻറ്റു 4 12 മൈനസ് 2 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4. നമുക്കറിയാം 12 മൈനസ് 2 10 ആവും, പിന്നെ മൈനസ് 10 0 ആയി പോകും. 0/0 എന്ന് വരും. നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല, പ്രശ്നമാവും. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റെന്തെങ്കിലും പരിപാടി നോക്കണം. പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല, ഫാക്ടറൈസ് ചെയ്താൽ മതി. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. ഫാക്ടറൈസ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്ത ടെക്നിക്ക് എങ്ങനെയാണെന്ന് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ, ഒന്നുകിൽ ഇതിനെ എങ്ങനെ എഴുതാം? എനിക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² മൈനസ് എക്സ് മൈനസ് 10. എനിക്കിതിനെ ഓക്കെ, നമുക്കത് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കൊടുക്കാം. ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 3x² മൈനസ് എക്സ് മൈനസ് 10 നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡിലോട്ട് മാറ്റിയിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3x² മൈനസ് 6x പ്ലസ് 5x മൈനസ് 10 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതൊരു 3x² മൈനസ് എക്സ് മൈനസ് 10 ഒരു 0 ആക്കി ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും അതിനുശേഷം കിട്ടുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫാക്ടറിലേക്ക് മാറ്റാം. ഓക്കെ, ഞാനതൊരു എക്സാമ്പിൾ
കാണിച്ചു തരാം. ഓക്കെ, നോക്കാം. ഇവിടെ നോക്കൂ, എക്സ് ഈസിക്കൽ എന്ത് വരും? മൈനസ് ബി. മൈനസ് ബി ആരാണ് ഇവിടെ? -1 ആണ്. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ -1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്താണ് 3 ഇൻറ്റു സി എന്താണ് -10 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 3 എക്സ് ഈസിക്കൽ ടു 1 പ്ലസ് മൈനസ് 1 ആയി പോകും. പ്ലസ് ഓർ മൈനസ് റൂട്ട് -1 സ്ക്വയർ 1 മൈനസ് 4 ഇൻറ്റു 3 12 12 ഇൻറ്റു -10 -120 -120 divided by 6 x is equal to 1 plus or minus root 121 because 1 minus 120 plus ആയി പോകും 121 by 6 is equal to 1 plus or minus root 121 എന്താണ് 11 by 6. ഇത് കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആൾക്കാരെ കിട്ടും. x is equal to 1 plus 11 by 6 that is equal to 12 by 6 2 or x is equal to 1 minus 11 minus 10 by 6 എന്ന് കിട്ടും. അതായത് ആൻസർ -10 by 6 മൈനസ് 5 by 3. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണോ? -10 by 6 -10 by 6 -5 by 3. ഓക്കെ ഓക്കെ, ഇത് രണ്ടും കിട്ടുമ്പോൾ നമുക്ക് ഇത് x - 2 x is equal to 2 ആണെങ്കിൽ x - 2 എന്തായിരിക്കും? 0. x is equal to -5 by 3 ആണെങ്കിൽ എല്ലാവരും ഇപ്പുറത്ത് കൊണ്ടുവരാം. 3x പ്ലസ് 5 എന്തായിരിക്കും? 0. ഈ രണ്ടാൾക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഇയാൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതിനെ അല്ലാതെ ഫാക്ടറൈസ് ചെയ്താൽ 3x² -6x പ്ലസ് 5x -10 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ രണ്ട് ടേമിൽ ആരുണ്ട് കോമൺ? 3യും കോമൺ എടുക്കാം, എക്സും കോമൺ എടുക്കാം. അപ്പോൾ 3x ബ്രാക്കറ്റിൽ x -2 എന്ന് വരും. ഓക്കെ, നിങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി. 3x ഇൻറ്റു എക്സ് 3x², 3x ഇൻറ്റു -2 -6x. ഓക്കെ, ഇനി ഈ രണ്ട് ടൈമിലായിട്ട് ആരൊക്കെ ഉണ്ട് കോമൺ? 5 മാത്രമേ ഉള്ളൂ കോമൺ. 5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 5 പോയി, ബാക്കി x മൈനസ് ഇവിടെ നിന്ന് ഒരു 5 പോയി കഴിഞ്ഞാൽ ബാക്കി 2. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 5 ഇൻറ്റു എക്സ് 5x, 5 ഇൻറ്റു -2 5 -10. ദെൻ ഇങ്ങോട്ട് ഈ രണ്ട് ടൈമുകളിൽ ആരുണ്ട് കോമൺ? x -2 ഉണ്ട് കോമൺ. അപ്പോൾ x -2 ഇൻറ്റു ബാക്കിയുള്ള ആൾക്കാർ 3x പ്ലസ് 5. നോക്കൂ, എനിക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഈ രണ്ട് ആൾക്കാരുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. കണ്ടോ, നിങ്ങൾ ഇതുപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഇത് മുമ്പൊന്ന് ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങളെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രമിക്കാം. അപ്പോൾ എനിക്കിത് എങ്ങനെ എഴുതാം? ഇയാളെ എനിക്ക് x -2 ഓക്കെ ലിമിറ്റ് x ടെൻസ് ടു 2 ഇയാളെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x -2 ഇൻറ്റു 3x പ്ലസ് 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇതാരാണ്? x² -4 ദാറ്റ് ഈസ് ഈക്വൽ ആക്ച്വലി x² -2² എന്നാണ് കിടക്കുന്നത്. a² - b², a പ്ലസ് b ഇൻറ്റു a മൈനസ് b ദാറ്റ് ഈസ് x -2 ഇൻറ്റു x പ്ലസ് 2. ഈ x -2 x -2 ക്യാൻസൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഓക്കെ എന്ത് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 2 3x പ്ലസ് 5 ബൈ x പ്ലസ് 2 എന്ന് കിടക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 6 പ്ലസ് 5 11 ബൈ 4. ആൻസർ കിട്ടും. 0/0 എന്നുള്ള ഫോമിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ മതി, പിന്നെ രക്ഷപ്പെട്ടു. 11/4 ഇതാണ് ആൻസർ. ആൻസർ 11/4. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ഈ എഴുതിയിരിക്കുന്ന ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x ടെൻസ് ടു 3 x⁴ -81 by 2x² -5x -3 എന്നാണ്. നമുക്കൊന്ന് നോക്കാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 raised to 4 -81 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3² -5 ഇൻറ്റു 3 -3 is equal to 3 raised to 4 81 ആണ്. 81 - 81 divided by 9 into 80 minus 50 minus 3. ആൻസർ 0/0 എന്ന് വരും. നടക്കത്തില്ല, മുന്നോട്ട് നടക്കത്തില്ല. ഇത് 0/0 അവിടെ വെച്ച് തീരും. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം?
ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സാധനം എക്സ് റേസ് ടു 4 മൈനസ് 81 എന്നുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് റേസ് ടു 4 സൈഡിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു 4 മൈനസ് 81 ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാര്യം എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എ റേസ് ടു എം എൻ ആണ്. അപ്പോൾ എക്സ് റേസ് ടു 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2 ഇൻറ്റു 2 എക്സ് റേസ് ടു 4 എന്നും 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 എന്നും വരും. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, ഇതൊരു എ ആണെന്ന് വിചാരിക്കാം, ഇത് ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇങ്ങനെ എഴുതാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഇനി അടുത്തത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ, അയാളെ നമുക്ക് എങ്ങനെ എഴുതാം? അയാളെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. മുമ്പേ പറഞ്ഞതുപോലെ എ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് അത് തന്നെ ഇട്ട് നോക്കാം. അപ്പം മൈനസ് ബി മൈനസ് മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് മൈനസ് സ്ക്വയർ 25 മൈനസ് 4 ഇൻറ്റു എ 2 സി മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ 2 ഇൻറ്റു 2 എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25. ഇത് മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. ആൻസർ 24 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 പ്ലസ് 24 റൂട്ട് 49 ഡിവൈഡ് ബൈ 4 എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 7 ഡിവൈഡ് ബൈ 4 എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 7 ബൈ 4 5 പ്ലസ് 12 ബൈ 4 3 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 7 ബൈ 4 മൈനസ് 1 ബൈ 2. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 is equal to 0 and 2x plus 1 is equal to 0. 2x then plus 1 0. ഇതെപ്പോഴും ഇങ്ങനെ ആയത് എങ്ങനെയാണ്? 2ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് 1 ബൈ 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 2ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 2x is equal to മൈനസ് 1. ഈ മൈനസ് 1 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 2x പ്ലസ് 1 is equal to 0. അതായത് ഈ രണ്ട് ആൾക്കാരുടെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ കിടക്കുന്ന ആൾ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ. സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. അതായത് നമുക്ക് എഴുതാം 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3 എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1 എന്നുള്ള ആളായിരിക്കും. ചെയ്തു നോക്കാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നേരെ എന്നിട്ട് ലിമിറ്റ് ഡയറക്റ്റ് കൊടുത്തു നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 81. നമുക്കതിനെ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 1 ഇങ്ങനെ എഴുതാം. ഓക്കെ, അതായത് എക്സ് റേസ് 4 മൈനസ് 81 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫ്രാക്ഷൻ ആക്കി ഇങ്ങനെയൊക്കെ ആക്കി രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3 നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് രണ്ടാൾക്കാരുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ? ഇവിടെ തൽക്കാലം ഒറ്റ നോട്ടത്തിലൊന്നും ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇയാളെ മാത്രമായിട്ട് ഇങ്ങനെ എഴുതാം, പ്രശ്നമില്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല ആണല്ലോ, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ എക്സ് മൈനസ് 3 2x പ്ലസ് 1. അപ്പോൾ ആരൊക്കെ പോവും? ഈ എക്സ് മൈനസ് 3യും ഈ എക്സ് മൈനസ് 3യും പോവും. ഫൈനലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 1 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഈ 3യെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി 3യെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 80. 3 സ്ക്വയർ എന്താ? 9 ആണ്. 9 പ്ലസ് 9 8 ഇൻറ്റു
3 plus 3 6 divided by 2 into 3 6 7 ആൻസർ കിട്ടി 18 into 6 by 7 it is 60 108 by 7 ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ 108 by 7 ആയിരിക്കും. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ ax plus b by cx plus 1 ലിമിറ്റ് x tends to 0 ax plus b divided by cx plus 1 ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിന് 0 എടുക്കുമ്പോൾ a into 0 ആ 0 ആയി പോകും, മുകളിൽ b മാത്രം ഡിവൈഡ് ബൈ ഇവിടെ എക്സിന് 0 എടുക്കുമ്പോൾ c into 0 0 ആയി പോകും 1. ആൻസർ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആൻസർ b by 1 b എന്ന് കിട്ടും. ഓക്കെ വേറെ കണിഷ്ടമൊന്നും ഇല്ലല്ലോ. എക്സ് പ്ലസ് ബി സി എക്സ് പ്ലസ് 1 0 ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ബി തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ലിമിറ്റ് z tends to 1 z raised to 1 by 3 minus 1 by z raised to 1 by 6 minus 1. ഇത് ഇത്തരത്തിലുള്ള രൂപം കാണുമ്പോഴേ നമുക്ക് എന്ത് ഓർമ്മ വരണം, നമ്മുടെ ഇക്വേഷൻ ഓർമ്മ വേണം. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a is equal to n a raised to n minus 1 എന്നുള്ള ഫോർമുല ഓർമ്മ വരണം. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യണം. എന്ത് ചെയ്യണം? സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. കാര്യം ഇത് ഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ലിമിറ്റ് z tends to 1 z raised to 1 by 3 minus 1 divided by ലിമിറ്റ് z tends to 1 z raised to 1 by 6 minus 1. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം, പ്രശ്നമില്ല. ആ ഫ്രാക്ഷന് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആരാണ് കുറവ്? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ കൊള്ളാം. ഇവിടെ അങ്ങനെ ആളില്ല. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇത് എഴുതാം, ഇസഡ് റേസ് ടു 1/3, ഇവിടെ ഒരു 1/3 കൊടുക്കാം. കാര്യം 1 റേസ് ടു എന്ത് തമ്മിൽ അതിന് 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇസഡ് മൈനസ് 1 കൊടുക്കാം. ന്യൂമറേറ്റർ ഞാൻ ഇസഡ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററും ഇസഡ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാനൊരു 1/6 കൊടുക്കുകയാണ്, കാര്യം 1 റേസ് ടു ആയതുകൊണ്ടോ പ്രശ്നമില്ല. ഇപ്പം എനിക്ക് ഈ ഫോർമുല ഇവിടെ ഉപയോഗിക്കാം രണ്ടിടത്ത്. അത് ഉപയോഗിക്കുമ്പോൾ എന്ത് വരും, ഇവിടെ n ആരാണ്? ഇവിടുത്തെ കേസിൽ ന്യൂമറേറ്ററിന്റെ കേസിൽ n ആരാണ്? 1/3 ആണ്. 1/3 ഇൻറ്റു a ആരാണ്? 1 ആണ്. 1 റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡ് ബൈ ഇവിടെ ആരാണ്? n 1/6 ഇൻറ്റു 1 റേസ് ടു 1/6 മൈനസ് 1. 1 റേസ് ടു എന്തായാലും നമുക്ക് പ്രശ്നമില്ല, പോട്ടെ. 1/3 ഡിവൈഡ് ബൈ 1/6. ആൻസർ 1/3 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 6/1. ആൻസർ 2. ഇതാണ് ആൻസർ. ഇതിൻ്റെ ആൻസർ 2. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് എ. ഓക്കെ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ നോട്ട് ഈക്വൽ 0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു 1 കൊടുക്കും. a ഇൻറ്റു 1 സ്ക്വയർ 1 b ഇൻറ്റു 1 b പ്ലസ് c ഡിവൈഡ് ബൈ
താഴെ 1 കൊടുത്താൽ സി ഇൻറ്റു 1 സ്ക്വയർ സി പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് എ. മുകളിൽ എ പ്ലസ് ബി പ്ലസ് സി, താഴെ സി പ്ലസ് ബി പ്ലസ് എ. രണ്ടും കണക്കാണ്. സം എടുക്കുമ്പോൾ ഓർഡർ ഒന്നും ഒരു പ്രശ്നമില്ല. എ പ്ലസ് ബി പ്ലസ് സി ആയാലും സി പ്ലസ് ബി പ്ലസ് എ ആയാലും സെയിം ആണ്. രണ്ട് സെയിം ആണ്. ആൻസർ 1. മുകളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരേ ആൾക്കാരായാൽ ആൻസർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്കൊന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ആണ്. 1/x പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് എക്സ് ടെൻസ് ടു -2 ആണ്. എക്സ് ടെൻസ് ടു -2 ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നോക്കാം എന്ത് വരുമെന്ന്. 1/-2 പ്ലസ് 1/2 -2 പ്ലസ് 2. ഓക്കെ, വരാൻ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ വരുന്നത്. -1/2 പ്ലസ് 1/2 0, താഴെയും 0. ഇൻഡിറ്റർമിനന്റ് ഫോം ഒന്നും നടക്കത്തില്ല, നമുക്കിത് പറ്റത്തില്ല. നമ്മളിതിനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മുകളിൽ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഡിനോമിനേറ്റർ രണ്ട് ഫ്രാക്ഷൻ്റെ സമ്മായിട്ട് കിടക്കുന്നത്, നമുക്കതിനെ മാറ്റി ആഡ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ ആ ലിമിറ്റ് അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. നമ്മൾ എവിടെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പോഴേ ഇത് ഒഴിവാക്കാവൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇല്ലേ അത് തെറ്റാണ് അങ്ങനെ എഴുതുന്നത്. ഇപ്പോൾ 1/x നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ. അപ്പോൾ 2 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2x. ഓക്കെ, മുകളിലത്തെ കഴിഞ്ഞു. മുകളിലത്തെ ആൾക്കാരെ ഞാൻ എഴുതി കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഇതാരാണ്, എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ 2 + x. അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 2 + x ഡിവൈഡ് ബൈ 2x ഇൻറ്റു പിന്നെ മൾട്ടിപ്ലൈ பண்ணுമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 + x ഡിവൈഡ് ബൈ 2x. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എക്സ് പ്ലസ് 2 തന്നെ കിട്ടും. ഓക്കെ, ആൻസർ ഇത് 2 + x എക്സ് പ്ലസ് 2 സെയിം തന്നെയാണോ, കിട്ടിപ്പോകും. ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1/2x എന്ന് കിട്ടി. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1/2 എക്സിന് പകരം -2 സിക്കല് -1/4. ആൻസർ -1/4. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് എന്ത് ചെയ്തു എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 2 + x ഡിവൈഡ് ബൈ 2x ഡിവൈഡഡ് ബൈ അടുത്ത ആളാണല്ലോ, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്നാണല്ലോ കിടക്കുന്നത്. അതായത് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ബൈ 1. നമുക്ക് ഏതൊരു നമ്പറിൻ്റെയും ഡിനോമിനേറ്ററിൽ 1 എന്ന് എഴുതാം, പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ പോലെ കിടക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + x ഡിവൈഡ് ബൈ 2x ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 1/x പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + x ഇൻറ്റു 1 2 + x 2x ഇൻറ്റു x പ്ലസ് 2 2x ഇൻറ്റു x പ്ലസ് 2. അങ്ങനെയാണ് ഇതുണ്ടായത്. ഓക്കെ, സംശയമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, sin ax ബൈ b. ഓക്കെ, നമുക്കിത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin ax ബൈ bx. ഒരു ട്രിഗണോമെട്രി ഉണ്ട്, ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഉറപ്പായി നമ്മൾ എന്ത് സൈനുമാണ്. അപ്പോൾ നമുക്കിത് ഓർമ്മ വേണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x ബൈ x എന്താണ്, 1 ആണെന്നുള്ളത് ഓർമ്മ വേണം. പക്ഷെ ഇവിടെ അത് ആ രൂപത്തിലല്ല കിടക്കുന്നത്. sin ax ഉണ്ട്. അപ്പോൾ sin ax ബൈ ax ആണെങ്കിൽ 1 അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. എന്ത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, നമുക്കത് ax ടെൻസ് 0 എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. sin ax, ഞാനൊരു ax എനിക്ക് മനഃപൂർവ്വം ഇങ്ങനെ ആക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഒരു ax കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യുന്നു. ഡിവൈഡ് ബൈ bx. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു x ക്യാൻസൽ ആയി കളയാം. പിന്നെ a ബൈ കിടപ്പുണ്ട്, അങ്ങ് പുറത്ത് പോകാം. അപ്പോൾ a ബൈ b ലിമിറ്റ്, കാര്യം എയും ബിയും കോൺസ്റ്റന്റ് ആണല്ലോ, അവിടെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ലിമിറ്റിനകത്ത് നമ്മുടെ കോൺസ്റ്റന്റുകളൊന്നും ബാധിക്കത്തില്ല. അതിനെ പുറത്ത് എഴുതാം. ലിമിറ്റ് ax ടെൻസ് ടു 0 sin ax ബൈ ax. പഴയ പോലെ sin ax നോക്കൂ, എന്താണ് 1. അതായത് a ബൈ b ഇൻറ്റു 1 സിക്കൽ ടു a ബൈ b. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇവിടെ സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. മുമ്പേ പറഞ്ഞിരുന്ന അതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. കാര്യം നമ്മൾ ആ രീതിയിലല്ല. സൈൻ എ എക്സ് ബൈ എ എക്സ് എന്നും സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്നും കിടക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് മനസ്സിലായി കാണുന്നത് എങ്ങനെ ചെയ്യണമെന്ന്. സൈൻ എ എക്സ് ന്യൂമറേറ്റർ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ഡിനോമിനേറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നു, പർപ്പസ്ഫുള്ളി ഇതിൻ്റെ താഴെ എ എക്സ് എന്ന് എഴുതുന്നു. ഇവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന എ എക്സ് ഉണ്ട്. ഇവിടെയും നമ്മൾ ബി എക്സ് എഴുതുന്നു. എന്നിട്ട് ഒരു ബി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ എക്സ് എക്സ് ഒന്നും പോകുമല്ലോ. പിന്നെ എ ബൈ ബി ആണ്. അതെടുത്ത് പുറത്ത് എഴുതാം. എ ബൈ ബി. ബാക്കിയുള്ളത് ആരാണ്? എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് ഈ സാധനം 1 ഡിവൈഡ് ബൈ അടുത്ത ആൾ ഇത്, അതും 1. ആൻസർ എ ബൈ ബി. ഇത് എ ബൈ ബി തന്നെയാണ്. ഓക്കെ, അപ്പോൾ 14 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ശരി.